ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനന്ദ് നന്ദനെ കാണാൻ വേണ്ടിയിട്ട് നന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലാനുള്ള കാര്യം മനസ്സിലാക്കിയ പ്രിയ ആരും കാണാതെ തന്നെ ശങ്കറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അവർ തമ്മിൽ ഒരുമിച്ച് ഒരിക്കലും ഐക്യതയിൽ പോകാൻ പാടില്ല. അവർ തമ്മിൽ പിരിഞ്ഞേ പറ്റൂ. അതിനുള്ള കളികളൊക്കെ നിങ്ങൾ കളിക്കണം. അങ്ങനെ അവർ ഐക്യതയിൽ വന്നു കഴിഞ്ഞാൽ അർജുൻ മനസ്സിലാക്കിയ എല്ലാ സത്യവും എന്തായാലും ആ നന്ദനോട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അതിനൊരു തടയിടണം. അങ്ങനെ വല്ല സത്യവും അവരറിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവന് തന്നെ ആപത്താണ്. നമ്മളുടെ എല്ലാ കള്ളക്കളിയും പിന്നീട് നന്ദൻ കണ്ടുപിടിക്കും എന്നൊക്കെ പ്രിയ ശങ്കർ റാമിനോട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് കേട്ടതോടുകൂടി ശങ്കറിന് അങ്ങ് പതറുകയാണ്. അങ്ങനെ ശങ്കർ ഇത് യോജിക്കാൻ പാടില്ലല്ലോ, അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം പ്രിയ, നീ എന്നാൽ ഞാൻ ഫോൺ വെക്കണേ എന്നും പറഞ്ഞിട്ട് പ്രിയ നേരെ ഫോൺ അങ്ങ് വെക്കാൻ കേട്ടോ. എന്നിട്ട് ശങ്കറാമ നേരെ ചെല്ലുന്നത് നന്ദൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് നന്ദനോട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ, നമ്മുടെ അനുമോൾ അവിടെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങ് പറയട്ടെ. എന്താ നീ പറഞ്ഞു വരുന്നു? അതെ, നിന്നോട് ആര് പറഞ്ഞു അവൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള? എന്നോട് മധുമിത പറഞ്ഞതാണ് എന്നങ്ങ് പതറിയും കൊണ്ട് പറയട്ടോ. മധുമിതയോ? അതെ, അവിടെ അനുമോൾ അനുഭവിക്കുന്ന എല്ലാ കാര്യവും മധുമിത എന്നോട് അപ്പോൾക്കപ്പളെ വിളിച്ച് പറയാറുണ്ട്. അവളുടെ കണ്ണിൽ മുളക് എഴുതാൻ വരെ അവർ ശ്രമിച്ചു എന്നാ പറയുന്നത്. ആ ആനന്ദും അർജുനും പൂജയും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നങ്ങ് പറയുമ്പോൾ എന്താ നീ പറയുന്നത്? അതെ, പക്ഷേ ഇക്കാര്യമൊക്കെ മധുമിതയാണ് പറഞ്ഞത് എന്നുള്ളതൊന്നും ആരോടും പറയരുത് കേട്ടോ. കാരണം അവർ എന്നോട് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, എൻ്റെ പേര് ആരുടെയും മുന്നിൽ വെച്ച് പറയരുത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞത് ആരും പറയരുത് കേട്ടോ നന്ദേട്ട എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് എന്താ ഇനി പറയുന്നത്? അങ്ങനെയൊക്കെ ആനന്ദിൻ്റെ ഫാമിലി ചെയ്യുമോ? ചെയ്യും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. 20 വർഷങ്ങൾക്ക് മുന്നേ ആ നടന്ന ആക്സിഡൻറ്റിൻ്റെ പുറകിലും ഈ ആനന്ദ് തന്നെയായിരിക്കും. അവർക്ക് ആ അച്ഛമ്മയുടെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിനു വേണ്ടി നാടകം കളിച്ചിരിക്കുകയാണ്, നല്ല പിള്ളയായി ചമഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. നീ എന്തൊക്കെയാ ശങ്കര ഈ പറയുന്നത്? അതെ നന്ദേട്ടൻ ഒരു പാവമാണ്. അതുകൊണ്ട് ആളുകളൊക്കെ പറ്റിക്കുന്നതൊന്നും നന്ദേട്ടൻ അറിയുന്നില്ല. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഈ നിൽക്കുന്ന എന്നെ പോലും വിശ്വസിക്കരുത്. പക്ഷേ ഞാൻ ഒരിക്കലും നന്ദേട്ടനെ ചതിക്കില്ല. നമ്മൾ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ. അതുപോലെയാണോ ആനന്ദിന് എന്ത് ക്രൂരത വേണമെങ്കിലും ഏട്ടനോട് ചെയ്യാമല്ലോ എന്നൊക്കെണ്ട് പറയട്ടോ. ആ 2 പെൺമക്കൾ, അച്ഛമ്മയുടെ 2 പെൺമക്കളെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള അച്ഛമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ അർജുൻ്റെ ഫാമിലിക്കായില്ലേ. അർജുനും അഖിലും ഒക്കെ അത് അനുഭവിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നന്ദൻ ഈ കളിയൊക്കെ കളിക്കുന്നത് എന്നങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നെ ഇല്ലാത്തതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്ത ശേഷം അങ്ങനെ ശങ്കർ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് പൂജയും കനകേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ കിച്ചണിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കനകേച്ചി പറയും, എന്തിനാ പൂജ മോളെ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്തോളാം, നീ ഇതൊന്നും ചെയ്യേണ്ട, എനിക്ക് വല്ല പച്ചക്കറിയും അരിഞ്ഞു തന്നാൽ മതി എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല കനകേച്ചി എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പൂജേനെ അവിടുന്ന് മാറ്റി നിർത്തണം. ആ സമയത്താവും അവിടേക്ക് മാതിരി അമ്മ വരികയാണ് കേട്ടോ. എന്നിട്ട് മാതിരമ്മ എന്താ ഇവിടെ? അല്ല, ഞാൻ പൂജമോളോട് പറയാം പാത്രം ഒന്നും കഴുകണം, അതിനല്ലേ ഈ കനകേച്ചി ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് മാതിരി പറയാണ്, പൂജമോളെ അച്ഛൻ അവർക്ക് പോയിട്ടുണ്ട്, നന്ദൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നങ്ങ് നന്ദേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു, ഈ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ, ആണോ നന്ദനച്ഛൻ്റെ വീട്ടിലേക്കാണോ പോയത്? മഞ്ഞുരുകുമോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ കനകേച്ചി പറയും, ഉരുകിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ, എനിക്ക് തോന്നുന്നില്ല അമ്മ എന്തിനാ അച്ഛനെ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞയച്ചത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, നീ തന്നെയല്ലേ ഇപ്പോൾ മഞ്ഞുരുകുമോ എന്ന് ഇപ്പം തന്നെ ഇങ്ങനെ അല്ല, അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ ആകെ മൊത്തത്തിൽ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് അച്ഛനോട് ഇപ്പോൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. അച്ഛനും അതൊന്നും ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആദ്യം അച്ഛൻ്റെ തെറ്റിദ്ധാരണ മാറിയ ശേഷം മതിയായിരുന്നു സംസാരിക്കലും സോറി പറയലും ഒക്കെ എന്നങ്ങ് പറയാം കേട്ടോ. എന്തായാലും ഇനിയെങ്കിലും അവർ തമ്മിലുള്ള ആ വാശിയും ദേഷ്യമൊക്കെ മാറിയിട്ട് ഈ കുടുംബം ഒന്ന് ഒന്നിച്ച് ഐക്യതയോടുകൂടി പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് ഈ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും 2 വഴിക്കാണ് ഇപ്പോൾ ആകെ ഈ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് അങ്ങ് ആ സമയത്ത് അവരിങ്ങനെ പറയുമ്പോഴാവും അവിടേക്ക് അങ്ങ് മധുമിത വരിക കേട്ടോ. മധുമിത വന്നിട്ട് അവിടെ അങ്ങ് ഒളിഞ്ഞു നിൽക്കുകയാണ്, ഇവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പ്രിയനെ കുറിച്ച് അങ്ങ് പറയാൻ കേട്ടോ മാധുരി. ആ പ്രിയ വന്നതിൻ്റെ ശേഷമാണ് ഈ വീട് ഇങ്ങനെ അലങ്കോലമായത്, അവൾ കാരണമാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ കനകേച്ചി പറയാം, ആദ്യം അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നങ്ങ് എന്തായാലും ആനന്ദേട്ടൻ സംസാരിക്കാൻ പോയിട്ടുണ്ടല്ലോ നന്ദേട്ടനോട്. അവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും പ്രിയനെ ഇവിടെ നിന്ന് അങ്ങ് മാറ്റണം. എന്നിട്ട്
അഖിലിനെയും സ്നേഹയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് എൻ്റെ 2 മരുമക്കളും എൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കണം. എനിക്കതാണ് ഇനിയുള്ള കാലം വേണ്ടത് എന്നൊക്കെ പറയാം. ആഹാ, നിങ്ങളുടെ ഉള്ളിലിരിപ്പ് കൊള്ളാലോ എന്നങ്ങ് മധു ആൻറ്റി അങ്ങ് മനസ്സിൽ കരുതേണ്ട. നിങ്ങൾക്കുള്ള പണി ഞാൻ ഉപ്പ വെച്ച് തരാമെന്നും പണ്ട് മധു ആൻറ്റി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മയ്ക്കുള്ള ചായ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എളുപ്പം അച്ചമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നന്ദേട്ടൻ്റെ വീട്ടിലേക്ക് പോയ കാരണം അമ്മയുടെ മനസ്സിൽ ദേഷ്യമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മാധുര്യമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ചമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഈ സമയത്ത് അച്ചമ്മയാണെങ്കിലോ തൈലവും കഷായമൊക്കെ എടുത്തിട്ടോ ഇങ്ങനെ വരികയാവും. അപ്പോൾ എന്താ മധു നീ ഇങ്ങനെ വെപ്രാളം പിടിച്ച് വരുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാനിപ്പോൾ കിച്ചണിലേക്ക് പോയ സമയത്ത് അവർ 3 പേരും കൂടി സംസാരിക്കുന്നത് എന്താണെന്നോ, നമ്മളെ അനുമോളെ ഈ വീട്ടിൽ നിന്ന് തുരത്തി കളയണമെന്നാണ് പറയുന്നത്. അനുമോളെ ഇവിടുന്ന് ഇല്ലാതാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ആഹാ, അവർക്ക് അത്ര. എന്നിട്ട് ആ സ്നേഹേനെ അഖിലിനെ ഇവിടെ കൊടുന്ന് താമസിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അമ്മ ഇവർ ഇപ്പോഴൊന്നും ഇവരുടെ മനസ്സിലിരിപ്പൊന്നും ഇപ്പോഴല്ലേ അറിയാൻ പറ്റിയത്. അവരുടെ ഒരു ഉള്ളിലിരിപ്പ് കണ്ടില്ലേ, മാധുരി ചേച്ചി ഭയങ്കര സാധനമാണ് കേട്ടോ എന്നൊക്കെ അങ്ങ് പറയട്ടോ. അത്രയ്ക്കായോ? അതിനു വേണ്ടി അല്ലാതെ നന്ദേട്ടനോടത്ത് നല്ലപോലെ കോംപ്രമൈസ് ചെയ്യാനോ സോറി പറയാനോ ഒന്നുമല്ല ആനന്ദേട്ടനെ പറഞ്ഞയച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും പ്രിയേനെ ഇവിടുന്ന് പറഞ്ഞയക്കണം, അതിന് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെയാണെങ്കിലേ ഞാൻ കാണിച്ചു കൊടുക്കാം, അവരുടെ മനസ്സിലിരിപ്പൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയട്ടെ. അല്ല അമ്മ, ഇവരുടെ മനസ്സിൽ എന്താണെന്നോ, അരുണിമ ചേച്ചി ഇപ്പോൾ ഇങ്ങനെയല്ലേ അവസ്ഥയിൽ. അപ്പോൾ എന്നെ ഇനിയിപ്പോൾ വസന്തേട്ടൻ്റെ വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞയച്ച ശേഷം ഇവിടെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനെന്നാണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്നങ്ങ് പറയട്ടോ. എന്താ നീ പറഞ്ഞു വരുന്നത്? എല്ലാം വസന്തേട്ടനോട് പറഞ്ഞപ്പോൾ വസന്തേട്ടൻ പഴയ പോലത്തെ ആളൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ വസന്തേട്ടൻ എന്നോട് ഇവരെല്ലാവരും കൂടി വസന്തേട്ടനോട് അവിടെ അമ്മ ഒറ്റയ്ക്കാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ ശേഷം എന്നെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കും. അത് പിന്നെ അമ്മയും അതിന് കൂട്ടു നിൽക്കും. അല്ല, അത് ശരിയല്ലേ, വസന്തൻ്റെ അമ്മ അവിടെ ഒറ്റയ്ക്കല്ല. അപ്പോൾ പിന്നെ എന്നെ കണ്ടില്ലേ അമ്മ ഇത്ര പെട്ടെന്ന് സ്വഭാവം മാറിയത്? അങ്ങനെയല്ല മധു അങ്ങനെ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എളുപ്പം അമ്മേനെ ചാക്കിലാക്കാനും അവർക്ക് കഴിയും. അതുകൊണ്ട് അമ്മ ഇത് വെറുതെ വിടരുത് എന്നങ്ങ് പറയട്ടോ. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും അവിടേക്ക് മാധുരി ചായയുമായിട്ട് വരേട്ടോ. അച്ചമ്മയ്ക്ക് ചായ കൊടുത്തതോടുകൂടി അച്ചമ്മ ആ ചായ വാങ്ങിയിട്ട് അതങ്ങ് കൊണ്ടുപോയി കളയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ മാധുരിക്ക് അങ്ങ് സങ്കടം. എന്താ അമ്മ ചോദിച്ചത്? നീയേ അധികം ഒന്നും സംസാരിക്കണ്ട, നീ എന്നെ അമ്മയൊന്നും വിളിക്കണ്ട, നിൻ്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ ആ ചായയൊക്കെ കളഞ്ഞത് കാണുമ്പോൾ മധു ആൻറ്റിക്ക് നല്ല സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് മധു ആൻറ്റി ഒരു പുഞ്ചിരിയോടുകൂടി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ അച്ഛമ്മയുടെ ഈ ഒരു പ്രവൃത്തി കാരണം മാധുരി അമ്മക്ക് നല്ലത് ഒരു സങ്കടം വരികയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കരയാണ്. പിന്നീട് നന്ദൻ്റെ വീട്ടിലേക്ക് ആനന്ദ് വരികയാണ് കേട്ടോ. അപ്പോൾ ആനന്ദിനെ കണ്ടതോടുകൂടി പുറത്ത് നിൽക്കുന്ന ശങ്കർ ഓടി ചെന്നിട്ട് നന്ദേടനോട് പറയാൻ കേട്ടോ, ആനന്ദ് വരുന്നുണ്ട് ഏട്ടാ. അതിന് അല്ല, അവർ ഏട്ടൻ്റെ മനസ്സ് മാറ്റാൻ വരുന്നതായിരിക്കും. എന്ത് മനസ്സ്? അല്ല, സോറി പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ടാവും വരുന്നുണ്ടാവുക. അത് ഏട്ടൻ ഒരിക്കലും വിട്ടുകൊടുക്കരുത് കേട്ടോ. അവരുടെ ഉള്ളിലിരിപ്പ് ഏട്ടനിപ്പം മനസ്സിലായതല്ലേ എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അങ്ങനെ ആനന്ദ് അവിടേക്ക് കൊണ്ട് വരികയാണ്. അപ്പോൾ ആനന്ദ് എന്താ ആനന്ദ് ഇവിടേക്കുള്ള വഴി? അപ്പോൾ അല്ല, എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് നമ്മൾ അടുത്തെങ്കിലല്ലേ ദേഷ്യം ഇനി മാറാൻ ഉണ്ടാവുകയുള്ളൂ എന്നങ്ങ് പറയാം. അതല്ല, ഞാൻ അന്ന് വന്നപ്പോൾ ഉണ്ടായ ആ സംഭവത്തിനെ കുറിച്ചൊക്കെ വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. അതുകൊണ്ട് ഒന്ന് സോറി പറയാനൊക്കെ വന്നാൽ എന്തിനാ ഇനി പിണക്കങ്ങളൊക്കെ അധികം കൊണ്ട് നടക്കണം, അതുകൊണ്ട് വന്നതാണെന്ന് പറയും. അതിന് ഞാൻ ഇണങ്ങിയാലല്ലേ നിന്നോട് പിണക്കമില്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ലേ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എൻ്റെ അനുമോളോട് ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തിയൊക്കെ ഞാൻ അറിയുന്നില്ല എന്ന് നീ കരുതരുത് എന്ന്. അവിടെ എന്ത് കാട്ടി എന്നാ പറഞ്ഞത്? ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. നിൻ്റെ അർജുനും പൂജയും കൂടി എൻ്റെ കുഞ്ഞിനെ അവിടെ ഉപദ്രവിക്കുന്ന കാര്യവും, പിന്നെ അർജുൻ ഇത്രയും കാലം എൻ്റെ മോളെ അവിടെ ഒളിപ്പിച്ച് വെച്ച ശേഷം അവളുടെ കുഞ്ഞിനെ പോലും അബോർഷനാക്കി കളഞ്ഞതും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ എന്താ ഈ പറയുന്നത് നന്ദ? ഒക്കെ തെറ്റിദ്ധാരണ, ഒരു തെറ്റിദ്ധാരണയുമില്ല. നീയും നിൻ്റെ മകനുമൊക്കെ കാട്ടിക്കൂടുന്നത് എല്ലാം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ നിന്നെ ആരോ തെറ്റിദ്ധരിപ്പി, ഒരു തെറ്റിദ്ധാരണയില്ല, എനിക്ക് നല്ല ധാരണ തന്നെയാണ്. എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചത് നീയും നിൻ്റെ മകനും കൂടി ചേർന്നാണ്. ഇപ്പോൾ ഞാൻ ആരുമില്ലാതെ ഞാൻ അനാഥൻ്റെ പോലെ തന്നെയാണ് എന്നൊക്കെ അങ്ങ് പറയട്ടോ. അങ്ങനെ വെറും തോന്നലാണ് നന്ദ എന്നങ്ങ് പറയുമ്പോൾ, ഇല്ല എന്നോട് അധികം സംസാരിക്കേണ്ട, അതുകൊണ്ട് ഇവിടുന്ന് പോവാമെന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, ഞാൻ വന്നതിൻ്റെ കാരണം കൂടി പറയണ്ടേ. നന്ദ മൊത്തം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അനുമോളെ
ഒരിക്കലും അർജുൻ മാറ്റി വെച്ചിട്ടില്ല. അന്ന് സാക്ഷി കൊലപ്പെട്ട ദിവസം അനുമോൾ തന്നെ സ്വയം ഇറങ്ങിപ്പോയതാണ് എന്നൊക്കെ അങ്ങ് പറയട്ടോ. അപ്പോൾ ശങ്കർ പറയാം, അത് നിങ്ങളങ്ങോട്ട് പറഞ്ഞാൽ മതിയോ, അനുമോളെ അർജുൻ തന്നെയാവും മാറ്റി നിർത്തിയിട്ടുണ്ട്, വെറുതെ ഇല്ലാത്ത കാര്യം പറയല്ലേ ശങ്കർ എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കും, വെറുതെ നന്ദേട്ടനെ വെറുതെ നീ എരിപിരി കയറ്റാൻ നിൽക്കണ്ട, ഞങ്ങൾ വന്ന് സംസാരിക്കാനുള്ളത് സംസാരിച്ച് ഞങ്ങൾ നല്ലപോലെ കോംപ്രമൈസ് ആയിട്ട് തന്നെ തിരിച്ചു പോയിക്കോളാം. അതിന് നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഓരോന്നും എൻ്റെ ഏട്ടനെ അടിച്ചത് വരെ ഞങ്ങൾ മറക്കണമെന്നാണോ പറയുന്നത്, അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ അടിച്ചു പോയതാണ് എന്നങ്ങ് പറയുമ്പോൾ അതിന് നീ എന്നെ അടിച്ചതല്ലേ, ഞാൻ പിടിച്ചു മാറ്റിയതല്ലേ എന്ന് പറയുമ്പോൾ അതിന് പിടിച്ചു മാറ്റുമ്പോൾ എങ്ങനെ നീ എന്നെ അടിക്കുക എന്നങ്ങ് ചോദിക്കാനായിട്ട്. അപ്പോൾ ആനന്ദ് ഇങ്ങനെ പറയുന്നുണ്ട്, അത് അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറയട്ടോ. പിന്നെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, അനുമോള് നന്ദൻ്റെ മകളൊക്കെ തന്നെയാണ്, പക്ഷേ അവൾ ചെയ്തു കൂട്ടുന്ന ഓരോ കൊടും ക്രൂരതയും നീ കണ്ടില്ല എന്ന് വെക്കരുത്. സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ അത് തെറ്റില്ലാതാവില്ലല്ലോ. അവൾ ചെയ്തു കൂട്ടുന്ന ഓരോ ക്രൂരതകളും അത്രയ്ക്കുണ്ട്. കാരണം അന്ന് ഇത്രയും കാലം നോക്കി വലുതാക്കിയ ആ വിശ്വനാഥൻ അച്ഛനെ വരെ സാക്ഷിയുടെ ഭീഷണിക്ക് മുന്നിൽ അവൾ ഒറ്റിക്കൊടുത്തില്ലേ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെയ്യാത്ത തെറ്റിനാണ് വിശ്വനാഥൻ അച്ഛൻ അന്ന് ജയിലിൽ കിടന്ന്. എന്നിട്ട് പൂജ ചെയ്തത് എന്താ? പൂജ സ്വന്തം ജീവൻ കൊടുത്തിട്ട് പോലും അദ്ദേഹത്തെ പുറത്തിറക്കാനല്ലേ നോക്കിയത് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നന്ദന് തന്നെ ഒരു മാറ്റം വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശങ്കർ അങ്ങ് ഇടപെട്ടിട്ട്, ഇപ്പോൾ പൂജയുടെ മഹാത്മ്യം പറയാനാണോ ഇവിടേക്ക് വന്നത് എന്നങ്ങ് പറയുമ്പോൾ, അല്ല, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്, ഒരാളുടെയും ഗുണം പറയാനൊന്നല്ല വന്നത്, ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ ദിവസം രാത്രിയിൽ സാക്ഷിയെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് തൻ്റെ മകൾ തന്നെയാണ്, അനു തന്നെയാണ്. അനുവും സാക്ഷിയും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും സാക്ഷിക്ക് അവിടെ കയറി വരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നിൻ്റെ മകൾ തന്നെയല്ലേ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അതൊക്കെ എന്താ നന്ദ നീ ആലോചിക്കാത്തത്? അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ. നിൻ്റെ കൂടെ നിൽക്കുന്നവർ, നിൻ്റെ ചുറ്റിന് നിൽക്കുന്നവർ ഒക്കെ നിൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഇതുവരെയും നീ അത് മനസ്സിലാക്കിയില്ല, നീ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം നിനക്ക് തന്നെ കൈവിട്ടു പോവും. നീ ഇപ്പോൾ ഗ്രഹണപ്പിഴയിലാണ് നടക്കുക. പക്ഷേ എന്നും അതേപോലെ ആവണമെന്നില്ല. നീ എല്ലാതും തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിൽ ഈ നിൽക്കുന്ന നിൻ്റെ അനിയൻ, ഈ നിൽക്കുന്ന ശങ്കർറാം നിന്നെ ചതിച്ച് എല്ലാം കൈക്കലാക്കിയിട്ടുണ്ടാവും. അന്ന് നിനക്ക് തിരുത്താനുള്ള സമയം പോലും കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് വെച്ചോ. പക്ഷേ ഞാൻ നിന്നോട് കോംപ്രമൈസിന് വന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായി. നിൻ്റെ മനസ്സിൽ അത്രത്തോളം അധികം തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ എന്ന് മാറുന്നോ അന്നേണ് നിനക്ക് നിൻ്റെ കൂടെ ഉള്ളവർ ചതിയന്മാരാണോ നല്ലവരാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ആനന്ദ്. അപ്പോൾ ആനന്ദ് വീണ്ടും ഒന്നുകൂടി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നന്ദ നീ ഒന്ന് ആലോചിച്ചോ, നിൻ്റെ കൂടെ നിൽക്കുന്ന ഈ അനിയൻ നിൻ്റെ ശത്രുവായിരിക്കും. അതുകൊണ്ട് നീ അവനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നൊക്കെ ഒരു വാക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ആനന്ദ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അത് കേൾക്കുമ്പോൾ നന്ദന് തന്നെ ഒരു വിഷമം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ശങ്കർ, കണ്ടില്ലേ ഏട്ടാ, എന്നെയും ഏട്ടനെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് അയാൾ ഇപ്പോൾ വന്നിട്ടുള്ളത്, അല്ലാതെ കോംപ്രമൈസ് എന്നും പറഞ്ഞിട്ട് എന്നെയും ഏട്ടനെയും ഇല്ലാതാക്കാനാണ് ഇപ്പോൾ അയാൾ വന്നത് എന്നങ്ങ് പറയട്ടോ. എന്നെ ഇനി ആരും ഇല്ലാതാക്കിയിട്ടും ഒരു കാര്യവുമില്ല ശങ്കരെ. കാരണം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ, ഞാൻ തനിച്ചാണ്. അതുകൊണ്ട് എന്നെ ആര് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, ഞാൻ തോറ്റു പോകില്ല ശങ്കരെ എന്നൊക്കെ ഒരു നിരാശയോട് കൂടിയിട്ട് തന്നെ നന്ദൻ പറഞ്ഞിട്ട് നന്ദൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് മധു ആൻറ്റിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ മധു ആൻറ്റി ആ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മധു ആൻറ്റി എന്നിട്ട് ആ ഫോണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ മധു ആൻറ്റിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടാവുക അത് നന്ദനായിരിക്കും കേട്ടോ. എന്നിട്ട് നന്ദൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദൻ്റെ ആ ഫോൺ കോൾ നേരെ അച്ചമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ മധു ആൻറ്റി. എന്നിട്ട് അച്ചമ്മയോട് പറയാണ്, എൻ്റെ മോളെയും എൻ്റെ അരുണിമയെയും അവരുടെ കസ്റ്റഡിയിൽ ഞാൻ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മോചിപ്പിച്ചെടുക്കും. അധികമൊന്നും അവർക്ക് എൻ്റെ മോളെയും എൻ്റെ ഭാര്യയും ഞാൻ വിട്ടുകൊടുക്കില്ല, അവരുടെ തട്ടിക്കളിക്കാനൊന്നും ഞാൻ അവരെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട്
മധു ആൻറ്റി പ്രിയയുടെ മുടിയൊക്കെ ഇങ്ങനെ കുളി കഴിഞ്ഞ് കൊടുന്ന ശേഷം തോർത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അച്ചമ്മ ആനന്ദിനോടും അർജുനോടൊക്കെ ഇങ്ങനെ ചൂടായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ നിൻ്റെ ഈ ഡയലോഗുകളൊക്കെ നീ അത് കോടതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി, നിൻ്റെ വാചക കസർത്തുകളൊക്കെ കോടതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി, അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ചൂടായിട്ട് തന്നെ അവരോട് കുറച്ച് മോശമായിട്ട് തന്നെ അങ്ങ് പെരുമാറുന്നൊക്കെയുണ്ട്. അങ്ങനെ മധു പ്രിയേനെ ഇങ്ങനെ കുളി കഴിഞ്ഞ് തോർത്തി കൊടുക്കുന്ന ആ സമയത്ത് പൂജയും അർജുനും കൂടിയിട്ട് ഒരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ പ്രിയയുടെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നു കേട്ടോ. അത് മറ്റൊന്നിനാവില്ല, ക്യാമറ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട്. ആരും അറിയാതെ തന്നെ പ്രിയയുടെ നിരീക്ഷണങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുനും പൂജയും കൂടിയിട്ട് ഒരു മൊബൈൽ കൊണ്ടുപോയിട്ട് അവിടെ ക്യാമറയായിട്ട് ഓൺ ആക്കിയിട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതായിരിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവർ അറിയാതെ പോകുന്നത്.